പ്രൈവറ്റ് ബസ് കയറാൻ പേടിയാണ്. ബസ്സിൽ ഇരിക്കാൻ പറ്റണില്ല നമുക്ക്. നമ്മൾ തെറിച്ചു പോയി ഇവന്മാർ പല്ലിൻ്റെ ഇടയിൽ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഇരിക്കണം. മനുഷ്യത്തുണ്ടെങ്കിൽ ഇതേപോലെ ഓടിച്ച് പോകില്ല. ഇപ്പോൾ ഇച്ചിരി പ്രായമായവർക്ക് പോലും ഒരു പരിഗണന കൊടുക്കില്ലാത്തതാണ് പ്രൈവറ്റ് ബസ്. ആര് കണ്ടിട്ടും പ്രതികരിക്കാൻ ആളില്ല. ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിയമങ്ങളൊക്കെ ഒരു കാറ്റിൽ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സര ഓട്ടത്തിൽ അവർ മനുഷ്യരുടെ ജീവനൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ റോഡിൻ്റെ തന്നെ. അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ശരിക്കും. അതാ പോലീസിന് ഇവിടെ പഞ്ചിങ് ടൈം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കറക്റ്റ് ചെയ്യിക്കാനുള്ള ഇതൊന്നും കിട്ടില്ല. അപ്പം ഞാൻ പനയപ്പള്ളിയിൽ കയറിയിട്ട് കലൂർ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ടാണ് നിൽക്കണം. അവർക്ക് തോന്നിയ പോലെ ഒരു റൈഡ് അങ്ങനെ എടുക്കുന്നു, ആൾക്കാരെ പേടിപ്പിക്കുന്നു, ഹോണടിച്ച് പേടിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇത് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആൾക്കാർക്ക് പരിക്കുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ആൾക്കാരുടെ ഡിപ്രഷനിലായി പല ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു ഇത് വരണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കൂടി കർശനമാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ. ഭയങ്കര സ്പീഡാണ് ഓൾറെഡി പോകുന്നത്. എല്ലാവർക്കും പരാതിയുണ്ട്, ബട്ട് അതൊന്നും ആരും കേൾക്കണമെന്നില്ല. മത്സര ഓട്ടത്തിൽ അവർ മനുഷ്യരുടെ ജീവനൊരു വിലയും കൽപ്പിക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം വിലപ്പെട്ടതാണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവൻ അതിലും വിലപ്പെട്ടതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. പ്രൈവറ്റ് ബസ് കയറാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് വണ്ടി എടുക്കും. നമ്മളെപ്പോലുള്ള കുഴപ്പമില്ല, ഇച്ചിരി പ്രായമായവർക്ക് പോലും ഒരു പരിഗണന കൊടുക്കില്ലാത്തതാണ് പ്രൈവറ്റ് ബസ്. ഉണ്ട്, നന്നായിട്ടുണ്ട്. അല്ല, ഞാൻ പെരുമ്പാവൂര് താമസിക്കുന്നു. എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. പ്രത്യേകിച്ച് ആലുവാറ്റു എറണാകുളം ബസ്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ പോലീസുകാർ നേരത്തെയൊക്കെ പിടിച്ച് ഇങ്ങനെ സ്പീഡ് ഇതൊക്കെ വെക്കുമായിരുന്നു. ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പനയപ്പള്ളിയിൽ കയറിയിട്ട് കലൂർ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ടാണ് നിൽക്കണം. എൻ്റെ ഫാദർ ഇവിടെ കൊച്ചിൻ മേയറായിരുന്ന ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കി ബസ്സുകാരായിട്ട്. നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ബസ്സിൽ ഇരിക്കാൻ പറ്റണില്ല നമുക്ക്. നമ്മൾ തെറിച്ചു പോയി ഇവന്മാർ പല്ലിൻ്റെ ഇടയിൽ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഇരിക്കണം. ഇവരിപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂള് കോളേജുകൾ പിന്നെ ഒരു ഡിസ്ട്രിക്റ്റ് വൈസൊക്കെ നോക്കി ഈ ബസ്സിൽ കയറി ഒന്ന് യാത്ര ചെയ്ത് നോക്കട്ടെ എത്ര അവന്മാരെ പല്ലിൻ്റെ ഇടയിൽ സാധനം ഉണ്ടാവും. ഒരു കാര്യമില്ല, കേരളത്തിൽ മാത്രമേ ഞങ്ങൾ എല്ലാ സ്റ്റേറ്റ്സിലും യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ഈ ഓവർ സ്പീഡും ഈ ഓണടി. ഇപ്പം ശരിക്കും ആ ബസ്സിൽ യാത്ര ചെയ്തവരോടെ ചോദിച്ചവർ പറയും എന്തായിരുന്നു അവസ്ഥ എന്നതിനകത്ത്. ചെറിയ പിള്ളേരാണ് ഈ കയറിയിരുന്ന് ഈ ഓടിക്കണയൊക്കെ. എന്തിനാ ഇത്ര ഓവർ സ്പീഡ് എടുക്കണം? എന്നിട്ട് ഞാൻ വഴക്കുണ്ടാക്കി എന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം, ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന്. ഒരു വിലയില്ല. അവർ നമ്മുടെ വെക്കട്ട കയറണം. മോശമായ രീതിയിലൊക്കെ അവർ കമന്റ് പാസ്സാക്കും. വേണമെങ്കിൽ വണ്ടി കയറിയാൽ മതി എന്നുള്ളൊരു അഭിപ്രായം. അവർക്ക് വലിച്ച് കയറ്റാം, തട്ടി താഴെ ഇടാൻ വേണം അവർക്ക്. അത്രേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം ഞാൻ പ്രതികരിക്കാറുണ്ട് കണ്ടാലും. പക്ഷെ ആരും അതിനെ ഏറ്റുപിടിച്ച് പറയാനില്ല. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ ചെന്ന് ഞങ്ങൾ കാണാറുണ്ട് ഒരേ സ്പീഡിൽ വണ്ടി പോകണം. എവിടെ ഇങ്ങനെ പി അടിച്ചടിച്ചടിച്ച് ഇപ്പം ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ആ പയ്യനോട് നീ ഒരു പണി ആ കാറിൻ്റെ മുകളിൽ കൂടെ ബസ് കയറ്റുന്നു. കാറിനെടുത്ത് മാറ്റാൻ പറയാണ് കണ്ടക്ടറോട് പറയാണ് നീ ഒന്ന് ഇറങ്ങി ചെന്ന അയാളോട് ബസ് മാറ്റാൻ പറയടാന്ന്. മത്സരോട്ടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബസ്സുകാരുടെ മത്സരോട്ടം എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ കൊല്ലാൻ പോണവരാണ് അവർ വണ്ടി കൊണ്ടുപോകുന്നത്. അവരൊരു മേഴ്സി ഇല്ല. റോട്ടിലുള്ള മറ്റേ റൂൾസ് ഒന്നും അവർ നോക്കണില്ല. അവർക്ക് തോന്നിയ പോലെ ഒരു റൈഡ് അങ്ങനെ എടുക്കുന്നു, ആൾക്കാരെ പേടിപ്പിക്കുന്നു, ഹോണടിച്ച് പേടിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇത് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആൾക്കാർക്ക് പരിക്കുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ആൾക്കാരുടെ ഡിപ്രഷനിലായി പല ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു ഇത് വരണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഇതിനൊരു എന്തെങ്കിലും ഒരു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ അതിന് അർഹതപ്പെട്ട ആൾക്കാരെ ഇടപെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ കൂടുതൽ പേര് മരിക്കും കൂടാ. അത് തന്നെ അതിൻ്റെ ഡെത്ത് റേസ് എന്നൊരു സംഭവമാണ്. ആ കൺസെപ്റ്റിലാണ് അവർ വണ്ടി ഓടിക്കണത്, വേറെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. MVD ഒക്കെ കാര്യക്ഷമമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം MVD കാര്യക്ഷമമാണ്. മറ്റുള്ളവരെ പിടിക്കാനായിട്ട് MVD കാര്യക്ഷമമാണ്. മറ്റുള്ള ഈ സാധാരണക്കാരെ എല്ലാവരെയും പിഴിയാൻ വേണ്ടി അവർ ഓക്കെയാണ്. അല്ലാണ്ട് വേറെ ഇതുവരെ ഒരു ഉപകാരമായിട്ട് ആയിരിക്കും. നമ്മളിവിടെ തന്നെ ഈ സൊസൈറ്റി ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇന്നവരെ നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ ആലോചിച്ച് ചോദിക്കാൻ എന്തായിരിക്കും സംഭവം? ഇന്നവരെ അങ്ങനെ ഒരു റൂൾ ഇവിടെ ഇറക്കിയിട്ടില്ല. അവർക്ക് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം സസ്പെൻഷൻ കൊടുക്കും. അല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേറെ ജോലി കൊടുക്കും. എന്നിട്ട് 2 ആഴ്ച അവിടെ നിർത്തും. അത് കഴിഞ്ഞാൽ അവർ പിന്നെ സർവീസിൽ കയറും. അപ്പോൾ ഇത് തന്നെ കാണിക്കണം. വേറെ ഒരു നമ്മുടെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കൂടി കർശനമാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ. ഇതിപ്പോൾ പോലീസുകാരെല്ലാ ജംഗ്ഷനിൽ നിൽക്കണല്ലേ, അവർ കൺട്രോൾ ചെയ്താൽ പോരെ. ഇത്
അവർ ചെയ്യുന്നില്ല. അപ്പൊ അവര് മറ്റു ബസ്സുകാർക്ക് തരമാണ്, അവരവരുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുന്നു. അത്ര തന്നെ. പേടിയുണ്ടോ വണ്ടിയൊക്കെ റോഡിലേക്ക്? പേടിച്ചിട്ട് കാര്യമില്ല ബ്രോ. നമ്മ ജീവിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എല്ലാവരും. അപ്പൊ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അവരാരും പ്രതികരിക്കാൻ പോകാതെന്ന് വെച്ചാൽ കേസ് കാര്യങ്ങൾ നമുക്ക് ഡെയിലി തന്നെ നമ്മുടെ വേജസ് തന്നെ ഒരു കണക്കിനാണ് ഇവിടെ നിന്ന് ഒപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അതുപോലെ സാമ്പത്തിക കുറവായ ആൾക്കാർ തല്ലുപിടിക്കാൻ പോകില്ല. അതാണ് സംഭവം. വേറെ ഒന്നും ആയിരിക്കും. ഇതല്ല, പരമാവധി ഇതിന്റെ ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സിറ്റി കുറച്ചും കൂടി ബെറ്റർ ആവും. അതാണ് പറയാനുള്ളത്. മനുഷ്യത്വം എന്നുള്ളതില്ല. മത്സരോട്ടം അതന്നെ പറഞ്ഞ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഓരോരുത്തരും ഞാൻ മുമ്പിലേ എന്നുള്ള മട്ടിലല്ലേ ക്രോസ് ചെയ്ത് പോണത്. ശരിയാണത്. അതായത് സ്പീഡ് കുറച്ചിട്ട് പോകണം. പിന്നെ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നിടത്തിലൊക്കെ സ്പീഡ് കുറയ്ക്കണം. നമ്മളൊന്നും സീബ്ര ലൈനിലാണെങ്കിൽ പോലും ക്രോസ് ചെയ്യാനും ഒരുപാട് നേരം നിന്നിട്ടാണ്. അവിടെ മുൻഗണന കൊടുക്കേണ്ടത് യാത്രക്കാർക്ക്, ക്രോസ് ചെയ്യുന്ന അവർക്ക് തന്നെയാണ്. ചേട്ടാ, എല്ലാവർക്കും തിരക്കാണ്, എന്നാലും ശ്രദ്ധിക്കുക എല്ലാവരും. എല്ലാവർക്കും വേഗം എത്തണം, അതാണ് കാര്യം. വളരെ എന്താ പറയുക, നിയമങ്ങളൊക്കെ ഒരു കാറ്റിൽ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ദിനം പ്രതി അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളും. റോട്ടിൽ എന്താണ് മത്സ്യരോട്ടം തന്നെയാണ്. നമ്മളെപ്പോഴും പറയും ടൈമിന് ഭയങ്കര വില കൽപ്പിക്കുന്നത്, പക്ഷേ ശരിയായ രീതിയിലാണ് അവർ വില കൽപ്പിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ളവർ അവർ മാത്രമാണ് റോട്ടിൽ, അവർക്ക് മാത്രമാണ് റോഡെന്ന അവകാശത്തിലാണ്. എന്താ പറയുക, നമുക്ക് ഒരു ധൈര്യത്തിലൂടെ നമുക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബസ്സുകാരാണെങ്കിലും ടൈമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് പറയുക, തീരെ എന്താ പറയുക, മനുഷ്യ ജീവന് അവർക്ക് മാത്രം, അവരെ വില മാത്രമാണ് അവർ കണക്കാക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ സമയത്തിനോ അല്ല മറ്റുള്ളവരുടെ ജീവനോ ഒരിക്കലും അവർ വില കൽപ്പിക്കില്ല. മാറുമായിരിക്കും. എന്തിനു വേണ്ടി ഇവർ ഈ കിടന്ന് ഓടുന്നത്? അവർക്ക് മുതലാളിക്ക് കാശുണ്ടായി. ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് 2 മരണം ഉണ്ടായി. ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി ഇന്നലെ മരിച്ചെന്ന് വെച്ചാൽ ഒരു 41 വയസ്സുള്ള ഒരു സ്വിഗ്ഗി ഡ്രൈവറാണ്. സാധാരണക്കാരുടെ ജീവനാണ് പോകുന്നത്. തീർച്ചയായിട്ടും. എന്താ പറയാനുള്ളത്? അത് വളരെ ഒരു മൃഗീയമായ പരിപാടി തന്നെ. ഇത് മനുഷ്യത്വമില്ല. മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇതേപോലെ ഓടിച്ച് അവർ പോകില്ല. MVD ഒന്നും ഇപ്പൊ കാണുന്നൊന്നുമില്ല. MVD ഒന്നും കാണുന്നു. ആര് കണ്ടിട്ടും പ്രതികരിക്കാൻ ആളില്ല. പേടിയുണ്ടോ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ? ആർക്ക്? ഞാൻ വളരെ നമ്മൾ സൂക്ഷിച്ചു പോവുക. അല്ല, ബസ്സിനകത്ത് അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ടി വിട്ടു. അവർ ഓടുന്നത് അവർക്ക് കളക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരുടെ ജീവനല്ലേ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മത്സരോട്ടമാണ്. ഇപ്പം മന്ത്രി പറഞ്ഞേക്കണത് 10 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് വണ്ടികൾ വീണ്ടും രണ്ടാമത് റീടൈം ചെയ്ത് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞേക്കണം. ഒരു സെക്ടറിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാക്കനാട് സെക്ടർ അല്ലെങ്കിൽ ആലുവ സെക്ടറിൽ നിന്ന് വണ്ടി വിടുന്നത് ഓരോ മിനിറ്റ് ഗ്യാപ്പിലാണ്. ഇവർ ഒരു ചെറിയ ഇത് വന്നാൽ അപ്പോൾ തമ്മിൽ കാണാനിടയും പിന്നെ അവിടെ നിന്ന് കോമ്പറ്റീഷൻ പിടിക്കുന്നവർ. അത് പിന്നെ യാത്രയിലുള്ള എല്ലാവരും അനുഭവിക്കുക അതിൻ്റെ പ്രശ്നങ്ങൾ. ഇവിടെ നിന്ന് അവിടം വരെ അതാ പോലീസിന് ഇവിടെ പഞ്ചിങ് ടൈം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കറക്റ്റ് ചെയ്യിക്കാനുള്ള ഇതൊന്നും കിട്ടില്ല. അതുപോലെ റഷിങ് ആണ്, ഭയങ്കര വാഹനങ്ങളല്ലേ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടാണ് പോകുന്നത്. ജംഗ്ഷനിൽ നന്നായിട്ട് പോകുന്നോണ്ടാണോ ചേട്ടാ ഇപ്പം മരണം ഉണ്ടാവുന്നത്? അതൊക്കെ ചില സ്പീഡുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും. ഇവിടെ സ്പീഡ് ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മൾ കാണുന്നേ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സരോട്ടം എന്ന് പറഞ്ഞിട്ട് മരണങ്ങൾ കൂടുന്നത്. ജംഗ്ഷനിലില്ല, ജംഗ്ഷനിലില്ല. പക്ഷേ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തു കഴിയുമ്പോൾ അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഇന്നലെ ഇവിടെ സ്വിഗ്ഗി ഓടുന്ന ഒരു സാധാരണക്കാരൻ. പലരുടെയും ലുലുവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും മത്സരം തന്നെയാണ് ഇവിടെ. കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അവർക്ക് മത്സരം വെച്ചാൽ അവർ ഡീസൽ അടിക്കണം, അത് ചിലവടക്കണം, ശമ്പളം വേണം. ഇന്നലെ ഒരാൾ മരിച്ചില്ലേ, ഒരു സ്വിഗ്ഗി? തീർച്ചയായിട്ടും. ഒരാഴ്ച മുമ്പ് ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചില്ലേ? നമ്മുടെ വീട്ടിലും ഇല്ലേ പിള്ളേർ? തീർച്ചയായിട്ടും. അതിനെന്തെങ്കിലും ട്രാഫിക് നിയമം ഉണ്ടാവണം. ഒന്നിയോ ടൈമിങ്, ആ ടൈമിന് വണ്ടി എടുക്കാം. ആ ടൈമിന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആലുവ എടുക്കുന്ന വണ്ടി നേരെ ഹൈക്കോർട്ടിൽ പോകണമെങ്കിൽ ഇത്ര സമയം. ആ സമയം മത്സരിച്ച് കഴിഞ്ഞാൽ പാലവട്ടം മൊത്തം ബ്ലോക്കാണ്. ആ ബ്ലോക്ക് അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പറ്റും. ചാനലുകാരാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. നമുക്കതേ പറയാനുള്ളൂ. നമ്മൾ യാത്രക്കാരാണ്. ഏത് കുഞ്ഞ് മരിച്ചാലും നമുക്കെല്ലാം മനസ്സിലാവും. കാര്യം അവർക്ക് സമയങ്ങളില്ല. അവർ കയറി കയറ്റുക, ബെല്ലടിക്കുക, വണ്ടി എടുത്ത് കളയും. അപ്പോൾ അതിന് ട്രാഫിക് നിയമം കറക്റ്റ് ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ട്രാഫിക്കുകളാണ്. അവർ പരമാവധി ക്ലിയർ ഉണ്ട് പോലീസുകാർ. കാര്യം പക്ഷേ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എല്ലാ വണ്ടികളും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഇവർക്ക് ആലുവ തോപ്പുംപടി ഇത്ര ടൈമിൽ ആ ടൈമിൽ ഓടിത്തണം.
ആ സമയം കൊണ്ട് അവർ കയ്യിൽ നിന്ന് പതുക്കെ എടുക്കുള്ളൂ ആലുവേന്ന്. എടുത്തു കഴിഞ്ഞാൽ അവർ കുറേ ഇട്ട് ഡ്രൈവർമാരാണ് നിയന്ത്രിക്കേണ്ടത്. സ്റ്റിയറിങ് അവൻ്റെ ഇരിക്കുന്നത്, അവൻ നിയന്ത്രിക്കണം അത്. ദാറ്റ്സ് ഓൾ. ഇവർ വാശിപ്പുറത്ത് നല്ല രീതിയിൽ ഓടിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും പെട്ടെന്ന് ചെല്ലണമെന്നുള്ള തിരക്കുന്ന ഒരു കാര്യമാക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറേ ജീവനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പായണമെന്നുള്ളത് അവർ ഒട്ടും മനസ്സിലാക്കണില്ല. അത് തന്നെ പറയാനുള്ളത്. അത് ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റോഡിൽ നല്ല തിരക്കാണ്. അപ്പോൾ സൂക്ഷിച്ചും പോയാൽ അവനവൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് എല്ലാവർക്കും. നമ്മുടെ നിയമങ്ങളൊക്കെ ഈ ബസ്സുകാർക്ക്, പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടിയിട്ട് മാറ്റുന്നുണ്ടെന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും അത് മാറ്റണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഈ പഞ്ചിങ്ങാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഈ പഞ്ചിങ് ടൈം അവർ ഓടി എത്താനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഇടക്കാണ് ഈ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നത്. കൈയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോയായിട്ട് ടൂ വീലർ ഉള്ളവർക്ക് നടന്നു പോകുന്നത് മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഓരോ ട്രാഫിക് വരുമ്പോഴത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഞങ്ങൾ സംഭവം ഇവിടെ ബസ്സിന് ബ്ലോക്കും അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ മെട്രോ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബസ് അങ്ങനെ എടുക്കാറില്ല. ബസ്സുകാരുടെ മത്സരോട്ടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അവരുടെ ടൈമിംഗ് ആണ് പ്രശ്നം. ശരിയാണ്, അവർക്ക് ഓരോ മിനിറ്റ് ഇടവിട്ടും ബസ് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ പുറകിലെ ബസ് അവരുടെ ടൈമിൽ പിടിക്കണ കാരണമാണ് അവർ ഈ മത്സരോട്ടത്തിലോട്ട് പോകണം. ബസ് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് നോക്കോ, ഇവിടെ ഒരു മത്സരോട്ടം ഉണ്ടാവില്ല, അപകടങ്ങളും കുറയും. ഇപ്പം നമുക്ക് സിറ്റികളിൽ സാധാരണ കാണുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി മാക്സിമം പതുക്കെ പോയതിന് ശേഷം പുറകിലൊരു വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അവർ സ്പീഡിന് വിടുക. അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഇതിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഇവർ ഈ മത്സരോട്ടത്തിന് ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും അവർക്ക് ആളെ റോഡിൽ കയറ്റി കൊണ്ടുപോകണം. അതിനുള്ള അല്ലെങ്കിൽ അടുത്ത വണ്ടി വന്ന് അവരുടെ ട്രിപ്പ് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് കയറ്റി കൊണ്ടുപോകില്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലും മാതാപിതാക്കളുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മൾ സർക്കാരല്ല അത് നോക്കേണ്ടത്. ഈ സിറ്റിക്കകത്ത് ഭയങ്കര ട്രാഫിക്കാണ്. ഈ മെട്രോ വന്നുകൊണ്ട് ഒരു ഗുണവും ഇല്ല. റോഡിനാണെങ്കിൽ 10-50 കൊല്ലം പഴക്കമുള്ള റോഡാണ്. ഇപ്പോഴും ഈ ഇത്ര വണ്ടികൾ പെരുകിയിട്ടും റോഡിനൊരു വികസനവും ഇല്ല. ശരിക്കും ഈ നോക്കിക്കോ, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. കൂടുതൽ ഈ റോഡ് അപകടം വരുന്നത് ഈ കുഴികളിൽ കൂടി പോകുമ്പോഴാണ് ഈ റോഡ് അപകടം കൂടുതൽ വരുന്നത്. റോഡുകളും ശരിയാക്കി ഫ്ലൈ ഓവറൊക്കെ ഒന്ന് റെഡിയാക്കി റോഡിൽ വികസനം വരുത്താതെ ഒരു രക്ഷയില്ല ഇവിടെ. ജനങ്ങൾ പെരുകി, വണ്ടികളും പെരുകി, പക്ഷെ റോഡിന് പഴയ അവസ്ഥ തന്നെ. ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ റോഡിൻ്റെ തന്നെ. അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ശരിക്കും.